ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ അന്യന്റെ ഭാര്യ രമയിലും സുമയിലും ഉറങ്ങിക്കിടക്കുന്ന കഴിവ് എന്താണ്, ആ കഴിവിനെ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് കാണിക്കാം എന്ന് നടക്കുന്ന ഭർത്താക്കന്മാരെ നമ്മുടെയൊക്കെ ഇടയിലും കാണും. പക്ഷെ അവൻ ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? അന്യന്റെ ഭാര്യ സുമയിലും രമയിലും ഉറങ്ങിക്കിടക്കുന്ന കഴിവിനെ അവൻ തൊട്ട് തലോടി ഉണർത്തി അത് സമൂഹത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിച്ച് കാണിക്കുമ്പോൾ അവന് തൽക്കാല ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവളുടെ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾ അവൾ നികത്തി കഴിയുമ്പോൾ അവൾ അവനെ ചവിട്ടി പുറങ്കാലും കൊണ്ട് പുറത്തെറിയുമെന്ന് അവൻ ചിന്തിക്കുന്നുണ്ടോ? സ്വന്തം ഭാര്യയിൽ ഉള്ള കഴിവിനെ അവൻ പരിഹസിച്ച് പുച്ഛിച്ച് അവൻ ചവിട്ടി കാണിക്കുകയും ആ കഴിവിനെ നീ എന്താണ് കാട്ടുന്നത് എന്ന പരിഹാസത്തോടുകൂടി ചോദിക്കുകയും അവളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അവളുടെ കഴിവിനെ അവൾ മൂടി വയ്ക്കുകയും അത് പ്രകടിപ്പിക്കാനായിട്ട് മടി കാണിക്കുകയും ചെയ്യുമ്പോൾ അവൻ അന്യന്റെ ഭാര്യയെ നോക്കി ഇല്ലാത്ത കഴിവിനെ കൂടെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന ഔത്സുക്യത, അതിന് നമ്മൾ ശരിക്കും എന്താണ് പറയേണ്ടത്? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? പക്ഷേ അത് തൽക്കാലം അവന് ലഭിക്കുന്ന എന്തെങ്കിലും ലാഭത്തിന്റെ പുറത്ത് മാത്രമായിരിക്കാം. അതവൻ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഒരുപാട് വൈകുമെന്ന സത്യം അവൻ തിരിച്ചറിയാതെ പോകുന്നത് തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ല എങ്കിൽ ഒരിക്കലും അവൻ അത് പബ്ലിക്കിന്റെ മുമ്പിൽ പ്രഹസനം വസ്തുവായിട്ട് പ്രകടിപ്പിച്ച് എന്തോ സംഭവമാക്കി വരുത്തി തീർക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. ആരും ചെയ്യുകയില്ല. അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രം. കാരണം അവളുടെ തൽക്കാല ലാഭത്തിന് വേണ്ടി മാത്രമാണ് അവനെ അവൾ യൂസ് ചെയ്യുന്നത് എന്ന സത്യം അവൻ അംഗീകരിക്കുന്നില്ല. അവന്റെ മനസ്സിനെ അത് അംഗീകരിക്കാൻ അവൻ അപ്പോൾ ആ സാഹചര്യത്തിൽ അവന് സാധിക്കുകയുമില്ല. അത് തന്നെയാണ് കാര്യം, വേറെയൊന്നുമല്ല.